പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും +2 ബിസിനസ് സ്റ്റഡീസ് ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാനിങ് എന്താണെന്നും പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നും പഠിച്ചു. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്, ആസൂത്രണത്തിൻ്റെ സവിശേഷതകൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ സംക്ഷിപ്തമായിട്ട് നോക്കാം. ഒന്നാമത്തെ സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകത, ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്ങിൽ ഒന്നാമത്തേത് പ്ലാനിങ് ഫോക്കസസ് ഓൺ ഒബ്ജക്റ്റീവ്സ്. പ്ലാനിങ്, ആസൂത്രണം ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ദൃഷ്ടി കേന്ദ്രം പതിപ്പിക്കുന്നു. അപ്പോൾ ആസൂത്രണം ലക്ഷ്യം നേടുന്നതിൽ ശ്രദ്ധിക്കുന്നു എന്നാണ് ചുരുക്കം. പ്ലാനിങ് ഫോക്കസസ് ഓൺ ഒബ്ജക്റ്റീവ്സ്. പ്ലാനിങ് ലക്ഷ്യം നേടുന്നതിൽ ശ്രദ്ധിക്കുന്നു. എവരി ഓർഗനൈസേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ഒബ്ജക്റ്റീവ്സ് and every plan must contribute towards the accomplishment of these objectives. എല്ലാ സ്ഥാപനങ്ങൾക്കും അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്ലാനുകളും ഈ ലക്ഷ്യങ്ങൾ നേടാൻ, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന വിധത്തിലായിരിക്കണം ഉണ്ടാക്കേണ്ടത്. ഒരു പൊതു ലക്ഷ്യം നേടുന്നതിനാണ് സ്ഥാപനങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. ഈ പൊതുലക്ഷ്യം നേടാൻ ഉള്ള രീതിയിലായിരിക്കണം പ്ലാനുകൾ തയ്യാറാക്കേണ്ടതെന്നർത്ഥം. പ്ലാനിങ് ഫോക്കസസ് ഓൺ ഒബ്ജക്റ്റീവ്സ്. ലക്ഷ്യം നേടുന്നതിൽ സ്ഥാപനത്തിന് മൊത്തം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ പ്ലാനിങ് സഹായിക്കും. രണ്ടാമത്തെ, പ്ലാനിങ് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. നേരത്തെ നമ്മൾ പഠിച്ചു, പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഫങ്ഷനുകൾ താഴെ പറയുന്ന രീതിയിലാണ്: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഫങ്ഷൻ, ഫസ്റ്റ് ഫങ്ഷൻ, പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. അപ്പോൾ പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഫങ്ഷനാണ് പ്ലാനിങ്. ആൾ അതർ ഫങ്ഷൻസ്, ബാക്കി എല്ലാ ഫങ്ഷനുകളും എന്താണ്? ആർ പെർഫോംഡ് ടു ഇംപ്ലിമെൻറ്റ് ദ പ്ലാൻ. ഈ പ്ലാൻ നടപ്പാക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ള ഫങ്ഷനുകളൊക്കെ. അപ്പോൾ എല്ലാ ഫങ്ഷനുകളുടെയും ആദ്യത്തേത് പ്ലാനിങ് ആണ്. കാരണം പ്ലാനിങ്ങിന് ആസ്പദമാക്കിയാണ്, പ്ലാനിങ് നടക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ള ഫങ്ഷനുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഓർഗനൈസേഷൻ, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഈ ഫങ്ഷനുകളൊക്കെ ഉപയോഗിക്കുന്നത് പ്ലാനിങ് നടപ്പാക്കാൻ വേണ്ടിയാണ്. മൂന്നാമത്തെ, പ്ലാനിങ് ഈസ് പെർവസീവ്. പ്ലാനിങ് ഈസ് പെർവസീവ് പറഞ്ഞാൽ പ്ലാനിങ് ഈസ് റിക്വയർഡ് അറ്റ് ആൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചാണ്. എല്ലാ മാനേജ്മെൻറ്റ് തലങ്ങളിലും പ്ലാനിങ് ആവശ്യമുണ്ട് എന്നാണ്. എല്ലാ തലങ്ങളിലുള്ള മാനേജർമാരും പ്ലാനിങ് ജോലി നിർവഹിക്കേണ്ടതുണ്ടെന്നാണ്. എല്ലായിടത്തും പ്ലാനിങ് വേണം. ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജർമാർ സ്ഥാപനത്തിന് ആവശ്യമായ പ്ലാനിങ് നടത്തണം, മൊത്തം ആവശ്യമായ പ്ലാനിങ്. മിഡിൽ ലെവലിലെ മാനേജർമാർ മിഡിൽ ലെവൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ആവശ്യമായ കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് മിഡിൽ ലെവൽ മാനേജേഴ്സാണ്. അതുപോലെ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്, ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് അറിയുന്നവർ അവരുടെ ഓപ്പറേഷൻ ആവശ്യമായ പ്ലാനിങ് നടത്തണം. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അണ്ടർടേക്സ് ലോങ് റേഞ്ച് പ്ലാൻ. ദീർഘകാലത്തേക്കുള്ള പ്ലാനാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഉണ്ടാക്കുക. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡിപ്പാർട്ട്മെൻറ്റൽ പ്ലാൻസ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യമായ പ്ലാനുകൾ തയ്യാറാക്കും. ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഷോർട്ട് ടേം പ്ലാൻസ്. ചെറിയ പ്ലാനുകൾ
ലോവർ ലെവൽ മാനേജ്മെൻറ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാ തലങ്ങളിലും ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയാലും മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആയാലും ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആയാലും 3 തലങ്ങളിലും പ്ലാനിങ് നടത്തുന്നുണ്ട്. അപ്പോൾ പ്ലാനിങ് ഈസ് പെർവസീവ്, എല്ലായിടത്തും പ്ലാനിങ് ഉണ്ട്. അടുത്ത 4ാമത്തെ പോയിൻ്റ്, പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ്. പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ് പറഞ്ഞാൽ എന്താ? പ്ലാനിങ് ഈസ് ആൻ ഓൺഗോയിങ് പ്രോസസ്. യൂഷ്വലി എ പ്ലാൻ ഈസ് പ്രിപ്പയർഡ് ഫോർ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം. സാധാരണയായിട്ട് പ്ലാനിങ് ഉണ്ടാക്കൽ, പ്ലാൻ പ്രിപ്പയർ ചെയ്യൽ ഒരു പ്രത്യേക കാലത്താണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ്, ആ പീരിയഡിൻ്റെ അവസാനം എ ന്യൂ പ്ലാൻ ഈസ് പ്രിപ്പയർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റിക്വയർമെൻറ്റ് ഓഫ് ഫ്യൂച്ചർ കണ്ടീഷൻ. ഇനി അതിന് ഭാവിയിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ആ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ്, പഴയ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പ്ലാൻ ഉണ്ടാക്കുക. എക്സാമ്പിൾ, ഷോർട്ടേജ് ഇൻ റോ മെറ്റീരിയൽ ഇൻ എ മന്ത് മേ ലീഡ് ടു റിവൈസ് ദ പ്ലാൻ ഫോർ ദ നെക്സ്റ്റ് മന്ത്. ഒരു മാസത്തിൽ അസംസ്കൃത വസ്തുക്കൾ ഷോർട്ടേജാണ്. അതെന്ത് ചെയ്യും? അടുത്ത മാസം പുതിയ പ്ലാന് റിവൈസ് ചെയ്യും, പ്ലാനിൽ മാറ്റം വരുത്തും, പ്ലാന് പുതുക്കും. ഷോർട്ടേജ് റോ മെറ്റീരിയലാണ് ഒരു മാസത്തിലുണ്ടെങ്കിൽ അടുത്ത മാസം എന്ത് ചെയ്യും? കുറച്ചും കൂടി റോ മെറ്റീരിയൽസിൻ്റെ പർച്ചേസ് കൂട്ടും, പ്ലാനിങ്ങിൽ കൂട്ടും. അപ്പോൾ ഈ പ്ലാനിങ് എന്താണ്? ഓരോ മാസം ഇങ്ങനെ പുതുക്കി പുതിയ പ്ലാനും, അല്ലെങ്കിൽ ഓരോ കൊല്ലം പുതിയ പ്ലാൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരിക്കലും അവസാനിക്കുന്നില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കൊല്ലത്തെ കഴിഞ്ഞാൽ അടുത്ത കൊല്ലം പുതിയ പ്ലാൻ ഉണ്ടാക്കും. അപ്പോൾ പ്ലാനിങ് ഈസ് എൻ ഓൺഗോയിങ് പ്രോസസ്സ്, അല്ലെങ്കിൽ പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ്. പ്ലാനിങ് തുടരുന്ന ഒരു തുടർ പ്രക്രിയയാണ്. പിന്നീട് പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. പ്ലാനിങ് നമുക്കറിയാം ഫ്യൂച്ചറിസ്റ്റിക്, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. അതാണുള്ള പ്ലാനിങ്. ഭാവിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിക്കൽ. അപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക്കാണ്, ഭാവിയിലുള്ള കാര്യമാണ് പ്ലാനിങ്ങിൽ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാവി സംബന്ധമായതാണ്. പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക് പറഞ്ഞാൽ ആസൂത്രണം ഭാവി സംബന്ധമായതാണ്. പ്ലാനിങ് ഈസ് ലുക്കിംഗ് ഹെഡ്. പ്ലാനിങ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഒരു മുന്നോട്ട് നോക്കലാണ്. ആൻഡ് പ്രിപ്പയറിങ് ഫോർ ദ ഫ്യൂച്ചർ, എന്നിട്ട് ഭാവിയിലേക്ക് പുതിയതൊന്നും ഉണ്ടാക്കുകയാണ്. ഹെൻസ് ഫോർകാസ്റ്റിംഗ് ഈസ് ദ എസൻസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഫോർകാസ്റ്റിംഗ് ആണ്, പ്രവചനാണ്. എക്സാമ്പിൾ, കീപ്പിംഗ് എൻ അംബ്രല്ല ഇൻ അവർ ബാഗ് വിത്ത് അസ്. നമ്മളെ ബാഗിലൊരു കുട വെക്കുന്നത് എന്തിനാണ്? ഫോർസീയിങ് ദ ചാൻസ് ഓഫ് റെയിൻ. മഴ പെയ്യാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുട ബാഗിൽ വെക്കുന്നത്. അതുപോലെയാണ് പ്ലാനിങ്. ഭാവിയിൽ ഇന്നത് സംഭവിക്കും എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പ്ലാനിങ് ആസൂത്രണം ചെയ്ത്. പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. 6ാമത്തെ പോയിന്റ്, പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. നേരത്തെ പറഞ്ഞു. ഫോർകാസ്റ്റിംഗ് ഈസ് ദ എസൻസ് ഓഫ് പ്ലാനിങ്. പ്ലാനിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പ്രവചനാണ്. പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിങ്ങിൽ തീരുമാനമെടുക്കൽ പ്രക്രിയ ഉൾക്കൊള്ളുന്നു. ഇഫ് ദർ ആർ വേരിയസ് ആൾട്ടർനേറ്റീവ്സ് ടു അച്ചീവ് ആൻ ഒബ്ജക്റ്റീവ്, then we have to select the best one only after proper analysis. ഈ ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയാണിത്. നമ്മൾ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ്, ഒരുപാട് ചോയ്സുകൾ നമ്മളെ മുമ്പിലുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങണോ, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോറൂമാണോ, ഹോട്ടൽ ബിസിനസ്സാണോ, ഇത് പല ആൾട്ടർനേറ്റീവ്സാണ്. സൂപ്പർ മാർക്കറ്റ്, ഹോട്ടൽ ബിസിനസ്, ടെക്സ്റ്റൈൽ ഷോറൂം, ഇതൊക്കെ ഓരോ ആൾട്ടർനേറ്റീവ്. ഇതിൽ നിന്ന് ബെസ്റ്റ് സെലക്ട് ചെയ്യാനാണെന്ത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ ബെസ്റ്റ് സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ തീരുമാനം എടുക്കുക അറിയുന്നത്. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് തീരുമാനം എടുക്കലാണ്. ഈ എക്സാമ്പിൾ, ഇഫ് എ കമ്പനി ഹാസ് 3 സപ്ലയേഴ്സ് ഫോർ ദ സെയിം റോ മെറ്റീരിയൽസ്. ഒരു കമ്പനിക്ക് 3 സപ്ലയർ ഉണ്ട്, റോ മെറ്റീരിയൽ നൽകുന്ന 3 സപ്ലയർ ഉണ്ട്. ഇപ്പോൾ ഒരു പഞ്ചസാര നിർമ്മിക്കുന്ന കമ്പനിയാണെങ്കിൽ കരിമ്പാണ് അതിന് വേണ്ടത്. കരിമ്പ് നൽകാൻ 3 സപ്ലയർമാർ റെഡി ആയിട്ടുണ്ട്. ദേ ഹാവ് ടു ബി സെലക്ട് ഓൺലി ദ ബെസ്റ്റ് വൺ. അപ്പോൾ ഈ കമ്പനി ഏറ്റവും നല്ല സപ്ലയർ ആരാണ് തിരഞ്ഞെടുക്കണം. ബൈ അനലൈസിങ് ആൾ ദ ഫാക്ട്സ്. എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട്. ഏതൊക്കെ നോക്കണം? സച്ചാസ് പ്രൈസ്, വില എത്രയാണ്, പ്രോംപ്റ്റസ്, റോ മെറ്റീരിയൽസ്, ആവശ്യമായ കരിമ്പ് എപ്പോഴും തരുമോ,
ക്വാളിറ്റി തരുന്നതന്നെ പെട്ടെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ തന്നെ തരുമെന്നുള്ളതാണ്. ക്വാളിറ്റി, അതുപോലെ ഗുണം, ഇതൊക്കെ നോക്കണം. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇതെല്ലാം നോക്കി സെലക്ട് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസിഷൻ മേക്കിംഗ്, തീരുമാനം എടുക്കൽ. അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കൽ തന്നെയാണ്. പിന്നെ അടുത്ത പ്ലാനിങ് ഈസ് എ മെൻ്റൽ എക്സസൈസ്. പ്ലാനിങ് ഈസ് എ മെൻ്റൽ എക്സസൈസ് പറഞ്ഞാൽ എന്താ? പ്ലാനിങ് ഒരു ബുദ്ധിപരമായ പ്രക്രിയയാണ്. പ്ലാനിങ് ഈസ് എൻ ഇൻ്റലക്ച്വൽ പ്രോസസ്സ്. ഒരു ബുദ്ധിപരമായ പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. വിച്ച് ഇൻവോൾവ്സ് ഫോർസൈറ്റ്, ഇമാജിനേഷൻ ആൻഡ് ജഡ്ജ്മെൻറ്റ്. അതിൽ ഫോർസൈറ്റ് മുൻകൂട്ടി കാണലുണ്ട്, ഇമാജിനേഷൻ സങ്കല്പിക്കലുണ്ട്, ജഡ്ജ്മെൻറ്റ് അതുപോലെ തീരുമാനമെടുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിപരമായ പ്രക്രിയയാണ്. അതിൽ ഫോർസൈറ്റ്, ഇമാജിനേഷൻ, ജഡ്ജ്മെൻറ്റ് ഇതൊക്കെ ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്. ഫോർസൈറ്റ് മുൻകൂട്ടി കാണുക, ഇമാജിനേഷൻ സാങ്കല്പികമായിട്ട് കാണൽ, ജഡ്ജ്മെൻറ്റ് വിധി കൽപ്പിക്കലൊക്കെ എന്താണ്? ഒരു ഇൻ്റലക്ച്വൽ ബുദ്ധിപരമായ പ്രക്രിയയാണ്. അപ്പോൾ പ്ലാനിങ് ഈസ് എൻ ഇൻ്റലക്ച്വൽ പ്രോസസ്സ്, അല്ലെങ്കിൽ പ്ലാനിങ് ഈസ് എ മെൻ്റൽ പ്രോസസ്സ്. ഇത്രയുമാണ് പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ്. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശരിക്ക് നോട്ടൊക്കെ വായിച്ചു നോക്കി പഠിക്കാം.